എടാ നീ എന്താ കണ്ണ് പൊട്ടണ മറ്റേ രാത്രി കണ്ണടക്കാൻ പോത്തിനെ കണക്കത്തെ ഇത് മോഡലാടാ സ്റ്റൈലല്ലേ നോക്കിയേ ഫ്രീക്ക് മുടിയൊക്കെ ആരാധികമാരോടൊക്കെ ചോദിച്ചു നോക്ക്. ആരാധികമാരാ വല്ല ആന്റിമാരായിരിക്കും അല്ലടാ പഞ്ചാരക്കുട്ട. നമസ്കാരം. ആ വന്നല്ലോ. എത്ര സമയമാച്ചേട്ടാ കാത്തിക്കുന്നു ഭ്രാന്ത്. കല്യാണം കഴിച്ച ആളിന്റെ അവസ്ഥ എനിക്ക് അറിയില്ല വിജു. കൊറേ സമയായി. അറിയാം നന്നായിട്ട് അറിയാം. കുഞ്ഞാ നീ അവിടെ ജാക്സ് ഫോണ്ട് അവന്റെ കയ്യിൽ. എപ്പണ്ട നീല നന്നാവില്ലേ എന്ത് ഇങ്ങനെ മൊബൈലും കുത്തി 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 സാധനം വേണോ മോനെ? റൈജു 2 ഗ്ലാസും കൂടി എടുത്തോ. 2 പൊട്ടന്മാരും കൂടി വന്നിട്ടുണ്ട്. എനക്ക് വേണ്ടേ? എന്താ നിനക്ക് അടിച്ചാല് ആർക്ക് വേണ്ടെങ്കിലും എനക്ക് വേണേ. അതാണ് കുഞ്ഞാവ്. ഗ്ലാസ് റെഡി. ഒഴിച്ചട ഒരു 10. ഇതെന്നാ അബീന്റെ വീടിന്ന് വെച്ച കടലയാ. അതാ ഒരു നാറ്റം. കുറച്ച് കേറ്റ് വയ്ക്കടേ. കൊറേ കാലായി ഒഴിക്കുന്ന കുഞ്ഞാവെ. ഒഴിച്ചൊഴിച്ച് കൈക്ക് ടെന്നീസ് എൽബോ ആയി നായ. എന്താ ചെയ്യ? ടെന്നീസ് എൽബോ സച്ചിന് മാത്രം വരുന്നല്ലേ? അച്ചാറോണാ അടുത്തായി മാഷെ എനിക്കൊന്നും ഒഴിക്കട്ടാ. വേണ്ട, അവള് വിട്ട തന്നെ മഹാഭാഗ്യം. ഇതോടെ ആയി തീർന്നു. വൈഫിനെ പേടി. അതല്ലടാ, പേടിക്കാതെ പറ്റൂല. എടാ ഞാൻ ഈ തിരക്കൻ്റെ ഇടയിൽ വന്നത് ഈ കാർത്തിക്കിന്റെ പാർട്ടി കൊണ്ടാണ്. നീ ഒരു 10 അടിച്ചേ, എനിക്ക് വേണ്ടിട്ട് അടി. ഇതടിച്ചാ മണക്കോടാ. എടാ മണക്കാൻ. എടാ മണക്കാതിരിക്കാൻ ഇവിടെ പേരയിലുണ്ട്, ഈർക്കലുണ്ട്, അങ്ങനെ എല്ലാ സാധനം കരുതിയിട്ടുണ്ട്. എടാ ഇവനധികം നിർബന്ധിക്കണ്ട. ഇവൻ അടിച്ചവരും കൂതരാണ്. രണ്ട് ഒരു ബ്രേക്കാ. 10 ഒഴിച്ചോ. 10 ഒഴിക്കടാ. ഒഴിക്കടവത്ത് കുക്ക ഇന്നെന്താണ് സ്പെഷ്യല്? കരിമീൻ പൊള്ളിച്ചത്, കാട, അടിപൊളി. മത്തി. എന്തിന് ഒഴിക്കട അടുത്ത് മതി. സിഗരറ്റ് ഒരു ഗ്ലാസ് വരുന്നുണ്ടല്ലോ. ഒരു ഗ്ലാസ് വരുന്നുണ്ടല്ലോ. ഒഴിച്ചോ. അതാര്? അപ്പോഴേ പറഞ്ഞില്ലേ കൊടുക്കണ്ട കൊടുക്കണ്ട നീ. അപ്പോഴേ പറഞ്ഞില്ലേ പോകണ്ട. ഞാൻ എന്നേരെ പറഞ്ഞില്ലടാ അവനെ നിർബന്ധിക്കണ്ട നീ. ഓൻ കൂറടിക്കാരനാടാ. ഭാര്യ. ഹലോ. ആ ഓക്കെ. വരാം. ശല്യം. വൈഫായിരിക്കും അല്ലടാ. BP നമ്പർ 2. ഇപ്പൊ അത്യാവശ്യം പോകണ്ടാ. അപ്പൊ ഹാപ്പി ജേണി. താങ്ക് യുടാ. ഞാൻ പോന്നു. അപ്പൊ ഓക്കെടാ, ബൈ. പോലാടാ നീ. ബൈ. ഓക്കെ എന്നാല് ബൈ. പോന്നവരെ പോട്ടറാ. ഇവരൊന്ന് സൂക്ഷിച്ചോ. ഒന്ന് തായിരിക്കട പ്രാന്തിയുടെ തീരെ സ്ഥലമില്ല. ചാറ്റിങ്ങിടെ നടന്നോണ്ടിരിക്ക. നീ മിണ്ടാണ്ടെന്നെ. എന്ത് പ്രാന്ത്. ഞാൻ പോയേക്കാം. നിന്റെ പ്രശ്നം തീർന്നല്ല. ഞാൻ പ്ലീസ്. എനിക്ക് വേറെ സമാധാനായില്ലേ? എടാ മഹേഷേ, ഈ സിനിമേന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണടാ. എന്തോന്ന് സുഖം. ഓയിന്റെ ആള് പോയല്ലേ. ഇതിനു വേണ്ടിട്ട് മാത്രമേ വരുന്നു. എടാ കാർത്തി, കുടിക്കുന്നില്ല. വല്ല മലയാളം പാടണ്ട വെച്ചടാ. മലയാളം വേണ്ട, വല്ല പ്രേത പടം ഉണ്ടെങ്കിൽ വെക്കടാ. എടാ അബി, ഇതിൽ വല്ല പ്രേതപടം ഉണ്ടോടാ? ഉണ്ടല്ലോ. ഏത്? കുഞ്ഞളിയാൻ ഉണ്ടല്ലോ. കുഞ്ഞളിയാൻ. ഏത് പ്രേതപടം? കുഞ്ഞളിയാൻ. കഞ്ചറിങ് ആയിരിക്കും അല്ലേ? നീ വെക്കടാ. അഭി ഫിറ്റായിടാ. ഇനി ഇങ്ങനെ വീട്ടിൽ പോലെ മത്തി റെഡി. പാചകക്കാരൻ എന്നിവിടെ കാര്യം. കിച്ചണില് പാട് പണിയുണ്ട്. വിട്ടോ വിട്ടോ വിട്ടോ. ഇനി കുറച്ച് പൊട്ടിക്കലടാ നീ എല്ലാം കൂടിട്ട്. ഇവനൊക്കെ എന്ത് കുക്ക് തുടങ്ങി. മിലിറ്ററിക്കാരൻ തുടങ്ങിട്ടാ. അതല്ലടാ, അതൊക്കെ നമ്മളെ മിലിറ്ററി കുക്ക്. മത്തി പൊരിച്ചാൽ നല്ല കോഴി പൊരിച്ച മാതിരി ഉണ്ടാവും. സാർ പ്ലീസ്. എന്ത് ചാളിയുടെ അത്. ഇതാ ഞാൻ ഒന്ന് പറയാത്തത്. തീരാറായല്ല. മാറ്റുമല്ല മാമുക്കയുടെ കോമഡി വെക്കടാ.
നീ അങ്ങനെ കോമഡി കാണണ്ട. ആരു നീ ഭദ്രേ താപസ കന്യ ആശ്രമമേതെന്ന് ചൊല്ല്. സാർ ഒന്നും മിണ്ടാണ്ടിരിക്കടാ. ഇതെല്ലാം സംഭവിച്ച കഥയാണ്. കാണുന്നുണ്ട് കാണ്. വെറുതെ വള്ളടിച്ച് നടന്നാ പറ. എന്തെന്നിത് എന്ത് മനസ്സിലാവാനാ? ഇത് മലയാളത്തിലല്ല ഇംഗ്ലീഷിലല്ലേ? എന്ത് തമിഴാ നമുക്കെന്താ? പൊട്ടന്മാര് കാണുന്ന പോലെ ഇങ്ങനെ ഇരുന്ന് കാണാം. എടാ കാർത്തി, ഇതൊക്കെ ആളെ പറ്റിക്കാൻ വേണ്ടിട്ടാടാ. നീ അത് മാറ്റി വേറെ വല്ലതും വെക്കടാ. എടാ അബി, രണ്ടാമത്തെ ക്ലാസ് ആയത് പൊട്ടിക്കുന്നത് നീ. എനിക്ക് കള്ളും ഇല്ല ക്ലാസ്സും ഇല്ല. വിട്ടോ, നല്ല മത്ത ഇട കടന്നോ. ഗ്ലാസ് വേണ്ട, നീ കയ്യിലോട്ട് ഒഴിച്ചേണ്ട ഒന്ന് കുറച്ച്. പോയിന്റ് അങ്ങോട്ട് വരുന്നു. ഒരു ഇയർഫോൺ ഉണ്ടോ കയ്യില്? എവിടെ ഇയർഫോൺ ഉണ്ടോ? അറ്റൻഡ് ചെയ്യല്ല. അതിന് ലൗഡ് സ്പീക്കർ മാത്രമേ അറ്റൻഡ് ചെയ്യല്ല. പ്ലീസ് ഓടായിരുന്നു. അറ്റൻഡ് ചെയ്ത് കൊളാക്കി. വേണ്ട, ഞാൻ എൻ്റെ ഫോൺ എടുത്തോടാ. നമുക്ക് നമ്മളെ ഫോൺ ഉണ്ടല്ലോ സ്വന്തമായിട്ട്. കോപ്പ് നമ്പർ അയച്ചടാ. പൊളിക്കും പൊളിക്കും. ഇതെന്താ? കിട്ടി. എടാ അബി, ഒന്നും മിണ്ടാണ്ടിരിക്കാറുന്ന്. ഇതെല്ലാം നടന്ന സംഭവമാണ്. കഥയായിട്ട് എന്ത് നടന്നേ? നിന്റെ ഒരു കോപ്പിലെ എണീറ്റ് പോടാർന്ന് കാണണ്ടെങ്കില്. ഇങ്ങനെ സിനിമ കാണാൻ വേണ്ടിട്ട് വെള്ളടി കമ്പനിയിലേക്ക് വരും ചെയ്യും. വെറുതെ മൊബൈലും കൊണ്ട് കളിക്കില്ല. നീ ഇപ്പൊ എന്റെ ഇപ്പൊ പ്രശ്നം. ഓക്കെ വെച്ചു. എടാ മഹേഷേ, കാർത്തി പറഞ്ഞ കാര്യം ഉണ്ടടാ, കറക്റ്റ് ആണടാ. ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം പറയടാ. നമ്മളെ തേത്തമ്പളപ്പില്ലേ, അവിടെ ഞാൻ ഒരു ദിവസം രാത്രി 2 മണി 2:30 ആകുമ്പോൾ തെയ്യം കഴിഞ്ഞിട്ട് വരുന്നതാ. നമ്മുടെ ആ വളവില്ലേ ഈയക്കട്ട അമ്പലത്തിലേക്ക് വന്ന ആ കിള, ആ കിളയിലെ മുമ്പിലേക്ക് പോകുമ്പോഴാ പെട്ടെന്ന് എൻ്റെ മുമ്പിൽ ഒരാള്. നിർത്തടാ ബിജു, കൊറേ സമയം ഇവന് ഇവിടുന്ന് ബേഡായും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നത് കേക്കടാ, ഫുള്ള് കേക്ക്, എന്നിട്ട് അവൻ പറ. ഇതെല്ലാം നിന്റെ വെറും മിഥ്യാധാരണയാണ്. റാഡിക്കലായിട്ട് നീ പറയുകയാണെങ്കിലേ. നീ വർത്താനം പറയണ, നീ വർത്താനം പറയാനാവുമ്പോ ഞാൻ പറയും. ഓ ഓക്കെ, പറയുന്നില്ല. എടാ അങ്ങനെയല്ല, ഈ പ്രേതം എന്നെല്ലാം പറയുന്നത് ദൈവത്തിനെ പോലെ. Okay, ചിലവർക്ക് അത് ഇല്ലവര് വിശ്വസിക്കുന്നവര് വിശ്വസിക്കും, ഇല്ലാത്തവരില്ല. അത്രേ ഉള്ളൂ. എടാ കഴുതകളെ, ഈ മനുഷ്യന്മാർ മരിച്ചാൽ സ്വർഗത്തിലോ നരകത്തിലോ ഒന്നും പോകുന്നില്ല. അവര് ആത്മാക്കളായിട്ട് നമ്മളെ ഇടയിൽ തന്നെ ഉണ്ടാവും. അതാണ് സത്യം. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കും. പേടിപ്പിക്കലടാ കാർത്തി, വെറുതെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കലടാ. സത്യാണടാ. സിനിമ കാണാം നമുക്ക്. വാ. കുറച്ചങ്ങോട്ട് നിന്നടാ. പ്രേതുണ്ടോ ഇല്ലയോ നമ്മക്കറിയില്ല, പക്ഷെ സിഗരറ്റ് ഇല്ലാട്ടാ. എടാ ഒന്നുമില്ലല്ലോടാ. സിഗരറ്റിന് പേടിക്കണ്ടാ. കുട്ടനൊരു രൂപ സിനിമ കാണാൻ പോയിട്ടുണ്ട്. സിഗരറ്റിന്റെ കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. അതൊന്നും വേണ്ട, നമ്മ വാങ്ങിട്ട് വന്നോളാം. ഇല്ലടാ, ഞാൻ വരുന്നില്ലടാ. എന്തോ തരികിട പോയല്ല. അതൊന്നുമില്ലടാ, നിനക്കെല്ലാം വിളിച്ചാ വന്നോടാ. എന്തിന് ഇത്ര കേമ? എടാ കാർത്തിക, ഒരു മിനിറ്റ്. എന്താടാ? എടാ നമുക്ക് അവരൊന്ന് പറ്റിച്ചാലോ? ആരെ? എടാ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവരൊന്ന് പേടിപ്പിച്ചാലോ എന്ന്. എനക്ക് തോന്നി, പക്ഷെ എങ്ങനെ പഠിപ്പിക്കാനാണ്? നീയല്ലേ മറ്റേ പ്രേതവളെല്ലാം കാണുന്നത്. നീ ഒരു പ്ലാൻ പറ. ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ ഒരാളും കൂടി വേണ്ടി വരും. ഇപ്പൊ ഞാൻ വിളിച്ചാലോ? ആ പൊട്ടൻ ശരിയാവാ? ഓ ഇല്ല, ബെസ്റ്റാന്ന്. ശരി, എന്നാ നീ വിളിച്ചിട്ടോ. കുഞ്ഞാവേ, കുഞ്ഞാവേ നീ ഇങ്ങോട്ട് വന്നേ. എന്തിനാ വിളിച്ചത്? പറ. എടാ കുഞ്ഞാവേ, നമ്മ പൊട്ടന്മാരെ പറ്റിക്കാൻ വേണ്ടിട്ട് ഒരു പ്ലാൻ ചെയ്യുന്നു. ഒരു മിനിറ്റ്. എടാ പോന്ന്. എടാ പൊട്ട, ഇത് പോയി പറഞ്ഞു കൊടുക്കുമ്പോ ബേക്കിടെ കണക്കത്ത് നീ അല്ല ഓനെ വിളിക്കാൻ പറഞ്ഞേ. ഇല്ലപ്പാ, അവൻ പറയുകയും ചെയ്യില്ല. നിന്റെ പ്ലാൻ നമുക്ക് പറ. കുഞ്ഞാവ് വരുവോ നോക്കാം, എന്നിട്ട് പറയാ. ഓനും കൂടി ഇല്ലാണ്ട് നടക്കൂല. നീ പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ വിളിച്ചേ. ഏറെ പോയി നീ. ഒരു 10 വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, അതടിക്കാൻ പോയതാടാ. ഇനി പറ പ്ലാൻ. പ്ലാൻ ഇവൻ പറയുമല്ലേ നമ്മളെ പ്ലാനർ. പ്ലാൻ എന്ന് വെച്ചാല് എനക്ക് സംഭവിച്ചൊരു കാര്യമാണ്. അത് നമുക്ക് ട്രൈ ചെയ്താലോ? നീ കഥ പറടാ. കഥയല്ല ബഗടാ, ഇത് സംഭവിച്ച കാര്യമാണ്. ഇത് പണ്ടാരാണെങ്കിലും നീ പറ. ഇതിപ്പം പേടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് നീ എന്നോട് ചൂടാവുന്ന. തമാശ കളിക്കല്ലേ നീ? നീ പറ. അതിനു മുമ്പിൽ വേണ്ട കാര്യം ഞാൻ പറയാം. എന്താന്ന് വെച്ചാല് കുഞ്ഞാവേ, നീ നമ്മ രണ്ടാളും സിഗരറ്റ് മണിക്കാൻ പോയ ശേഷം നീ നേരെ അവരുടെ അടുത്ത് ചെന്നിട്ട് അവരോട് പറയണം, നമ്മ രണ്ടാളും സിഗരറ്റ് മണിക്കാൻ വേണ്ടിയിട്ട് 2 വഴിക്കാ പോയിട്ടില്ലേ. ഓക്കെ അല്ലേ? ഞാൻ എന്നാക്കണ്ട്. നീ എന്താക്കണ്ട വെച്ചാല്, ഞാൻ സിഗരറ്റ് വാങ്ങാൻ പോകും. അപ്പോൾ നീ പുറത്തിറങ്ങിയിട്ട് തടിയങ്കുലേക്കോ നടക്കവിലേക്കോ പോയിക്കോ. 15 മിനിറ്റ് കഴിഞ്ഞിട്ട്, ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നീ വരുവാ. വന്നിട്ട് നീ നേരെ അകത്ത് കയറുക. അകത്ത് കയറുന്ന സമയത്ത് നിന്റെ മുഖത്ത് ചെറിയൊരു പേടി ഉണ്ടാവണം. പേടിപ്പിക്കാനോ? എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ലടാ. ഇല്ല പോലെ അഭിനയിച്ചാൽ മതി, എല്ലാം ഫിറ്റല്ലേ. ഏകദേശം ഒരു പേടി കണ്ടാൽ മതി. ഓക്കെ, പേടിപ്പിക്കാം. ഓക്കെ അല്ലേ? എന്നിട്ട് ഞാൻ പറയുന്ന സംഭവം നീ അവിടെ പറയണം. ആ സംഭവം തീരുന്നതിന് കുറച്ച് മുമ്പേ കുഞ്ഞാവെ നീ കിച്ചണിലേക്ക് പോകണം. ആ, നിന്റെ മൊബൈൽ അവിടെ വെക്കണം. മൊബൈൽ അവിടെ വെച്ചിട്ട് പോകണം. ഇവന്റെ മൊബൈലാ? അതിൽ ലൗഡ് സ്പീക്കർ ഇല്ലടാ.
അതന്നെ വേണ്ടത്, ലൗഡ് സ്പീക്കറിലെ ഫോണിനെ വേണ്ടത്. അതായത് ആ സമയത്ത് നിന്റെ കഥ പറഞ്ഞു തീരുന്ന സമയത്ത് നമ്മുടെ രൂപേഷ് കോൾ ചെയ്യും. അതായത് ഓനെ ഞാൻ വിളിച്ചു പറഞ്ഞോളും, സംഭവം ഓനെ ഞാൻ വിളിച്ചു പറഞ്ഞോളും. ഓൻ കോൾ ചെയ്യുന്ന വെച്ചാല് നീ മരിച്ചു കിടക്കുന്ന രൂപേഷ് പറയൽ. ആ സംഭവം നീ മരിച്ചു കിടക്കുന്ന പറഞ്ഞിട്ട് രൂപേഷ് വിളിക്കൽ. അപ്പം അവർ ചെറുങ്ങനൊന്നും ഞെട്ടുമായിരിക്കും. അങ്ങനെ അവനെ കൊണ്ട് പറവിക്കാൻ ഞാൻ അവരിലൊന്നും ഞെട്ടും. ആ സമയത്ത് നീ അവരെ ശ്രദ്ധ എത്തിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ എന്തെങ്കിലും കാര്യം ചെയ്യണം. മൊത്തം പ്ലേറ്റ് എടുത്ത് ഞാൻ നിലത്തെറിഞ്ഞോളൂ പോരെ? മതി, അത്രയും മതി. അവരെ ശ്രദ്ധ കിട്ടണമെന്നേ ഉള്ളൂ. അതേക്കൂലേ? അത് ഞാൻ ആ സമയത്ത് മഹേഷ് നീ മെല്ലെ അവിടുന്ന് സ്കൂട്ടായിക്കോളാം. അതായത് അതേ സ്ഥലത്ത് നീ ഇരിക്കണം. ആ റൈജു ഇരിക്കുന്ന ഇരിക്കണം. ആ ഡോറിന്റെ സൈഡിലിരിക്കാം. അത് മതി. പെട്ടെന്ന് നിങ്ങൾ സ്കൂട്ടാവും. ശരി, ഓക്കെ. ഇത് ഏക്കുവാ. ഏക്കുണ്ടാ ഏക്കാണ്ടെന്തേ സംഭവം ഞാൻ പറയാം. അതിന് നീ ഇതുവരെ കഥ പറഞ്ഞില്ലല്ലോ. സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈയക്കാട്ട് വളവിലേ പോകുന്ന സമയത്ത് ഒരു ദിവസം ഒരു 12-12:30 കാണും. എങ്ങനെയുണ്ട് സംഭവിക്കുക? ഇത് പൊളിച്ചടാ. ഉറപ്പന്നല്ലേ? എന്നാ നോക്കാം നമുക്ക്. പൊളിച്ച് മുട്ടിച്ച. ഓക്കെ എന്നാ. എടാ കാർത്തി, ഇന്നലത്തെ പോലെ വീണ് പണിയാക്കല്ലേ. നീ ഞാൻ പറഞ്ഞ കാര്യം പോയി ചെയ്, എന്നിട്ട് ഡയലോഗിലേക്ക്. നീ ഏടി പോയിന്? അവരെ വിളിച്ചിട്ട് പോയത്. രണ്ടാള് 2 ബൈക്ക് പോയിട്ടുണ്ട് സിഗരറ്റ് മേടിക്കാൻ. കിട്ടുമോന്നറിയില്ല, മേടിച്ചിട്ട് വരുമെന്നാ പറഞ്ഞത്. വാങ്ങിട്ട് വന്നാ അവർക്ക് കൊള്ളാം. നീ നേരത്തെ വന്നോ? അതുപോലെ വണ്ടി സിഗരറ്റിനാരും പേടിക്കണ്ട കേട്ടാ. എന്തായാലും കൊണ്ടുവരുവാ. മഹേഷ് നോക്കിട്ടാ. വേണ്ട വെള്ളം മതി, വെള്ളം. ബിജു, നീ പറഞ്ഞ സത്യനാടാ. എടാ അന്ന് നിനക്കൊരു അനുഭവം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അതേപോലത്തെ അനുഭവം എനക്കും ഉണ്ടായിരുന്നോ? മറ്റേ ഈയക്കാടുത്ത വളവില്ലേ, ഉണ്ടയിലെ വളവ്. ഏത് മധുവട്ടം? അതറാ. അവിടെ എത്തുമ്പം 10-65 വയസ്സുള്ള ഒരാളിടാം. ഞാനിതുവരെ കാണാത്ത ഒരാള്. എന്താ ഇവിടെ ചോദിച്ച കേട്ടിട്ടേ? എന്താ ഇവിടെ വെറുതെ? എങ്ങോട്ടേക്കാ? ഒന്ന് തൃക്കരിപ്പൂര് വരെ പോണം. ഞാനും അങ്ങോട്ടാണ്. കേറിക്കോ. വേണ്ട മോനെ, ഞാൻ സ്ഥിരമായിട്ട് നടക്കുന്ന വഴിയാണ്, ഞാൻ നടന്നു പോയിക്കോളാം. രാത്രി ആയില്ലേ, കേറിക്കോ. രാത്രി എനിക്ക് ഇഷ്ടം മോനെ, നീ വിട്ടോ. എടാ അതും പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് വിട്ടുവിടും. കൊറേ ദൂരം അങ്ങ് പോകുമ്പോണ്ടല്ലടാ, അതേ ആളെന്റെ മുമ്പിലിടാ. ഇവിടുന്ന് ഞാൻ എങ്ങനെ എത്തിയെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എടാ രൂപേഷ് വിളിക്കണ്ടല്ലോ. കാർത്തി, മനുഷ്യന്മാർ മരിച്ചാൽ സ്വർഗത്തിലോ നരകത്തിലോ ഒന്നും പോകുന്നില്ല. അവർ ആത്മാക്കളായിട്ട് നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ടാവും. അതാണ് സത്യം.